ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയുടെ രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഈ മഹാശനിമാറ്റം ഓരോ നക്ഷത്രക്കാരിലും ഓരോ തരത്തിലുള്ള പ്രഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ശനിയുടെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരല്പം ആ ഒരു സമയം കടന്നു പോവുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലുള്ള എഫക്റ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടായിട്ടുള്ള ശനിയുടെ പ്രശ്നങ്ങൾ, ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഗുണവർദ്ധനവിനുമായിട്ട് ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശനിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിത വിജയം കൈവരിക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ഗുണവർദ്ധനവിനും അതുപോലെ തന്നെ ദോഷശമനത്തിനുമായിട്ട് മഹാവിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ്. ഈ കൂട്ടർ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കാൻ ശ്രമിക്കുക. സാധിക്കുന്ന എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമനുഷ്ഠിക്കുക. അതുപോലെ വിഷ്ണു അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെ ഉത്തമമാണ്. വിഷ്ണുവിന് ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ വീടിനടുത്തായിട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെയും തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശനിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഭരണി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ഭരണി നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് സുബ്രഹ്മണ്യ ഭജനമാണ് നടത്തേണ്ടത്. നിത്യേന അഷ്ടോത്തരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്താനും ശ്രദ്ധിക്കണം. ഇതിനു പുറമെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ശിവാഷ്ടോത്തര ജപം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ കഴിയുന്ന സമയങ്ങളിലൊക്കെയും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇക്കൂട്ടർക്ക് ഇങ്ങനെയുള്ള ശനിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെയും തന്നെ ഇല്ലാതാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശനിപരമായിട്ടുള്ള ദോഷങ്ങൾക്ക് ശമനമുണ്ടാവുകയും ഗുണവർദ്ധനവുണ്ടാവുകയും ചെയ്യും. അടുത്തത് മകേര്യം നക്ഷത്രമാണ്. മകേര്യം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ദേവീഭജനമാണ് നടത്തേണ്ടത്. ഈ നക്ഷത്രക്കാർ ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുകയും ചെയ്യണം. ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് മഹാഗണപതി ഭജനം നടത്തുന്നത് നല്ലതാണ്. ഇക്കൂട്ടര് വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തണം. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ശ്രീകൃഷ്ണ ഭജനമാണ് നടത്തേണ്ടത്. സാധിക്കുന്ന ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തുക. ഒപ്പം
ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാര് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനമാണ് നടത്തേണ്ടത്. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കുക. അടുത്തത് മകം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. മകം നക്ഷത്രക്കാർ ഗുണവർദ്ധനയ്ക്കും ദോഷശമനത്തിനുമായിട്ട് സുബ്രഹ്മണ്യ ഭജനമാണ് നടത്തേണ്ടത്. ഈ നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. ഭവനത്തിൽ ഭാഗവത പാരായണം സ്വയം ചെയ്യുക. ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുകയാണ് ചെയ്യേണ്ടത്. ശനിയാഴ്ചകളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിലിരുന്ന് ജപം നടത്തുന്നതും ഏറെ നല്ലതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരും ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ഹനുമത് ഭജനം തന്നെയാണ് നടത്തേണ്ടത്. ജന്മനാളിൽ ഹനുമാൻ സ്വാമിയെ വണങ്ങി അവൽ നിവേദ്യം നടത്തുക. ഒപ്പം പഴുത്തു തുടങ്ങിയ ഞാലിപ്പൂവൻ കായ നിവേദിക്കുന്നതും നല്ലതാണ്. ഈ നക്ഷത്രക്കാര് നിത്യേന ഭവനത്തിൽ രാമായണം, സുന്ദരകാന്ഡം പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ശ്രീകൃഷ്ണ ഭജനമാണ് നടത്തേണ്ടത്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്ത അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ഗണപതി ഭജനമാണ് നടത്തേണ്ടത്. ഈ നക്ഷത്രക്കാർ നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ദേവീ ഭജനമാണ് നടത്തേണ്ടത്. ദേവീക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തിച്ച് പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാർ നിത്യേന ഭവനത്തിൽ ലഘുമന്ത്ര ജപത്താൽ ദേവിയെ ഉപാസിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായി നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ഭവനത്തിൽ നിത്യേന ദേവീ മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തിക്കുന്നതും വളരെ ഉത്തമമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തിക്കുന്നതും വളരെ ഉത്തമമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ശിവഭജനമാണ് നടത്തേണ്ടത്. ഈ നക്ഷത്രക്കാർ ശിവാഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശിവങ്കൽ എള്ളെണ്ണ വിളക്കിൽ ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് വിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. നിത്യേന ഭവനത്തിൽ വിഷ്ണു ഭജനം നടത്തുന്നതും
സാധുജനത്തിന് അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ശിവഭജനമാണ് നടത്തേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓരോ നാളുകാർക്കും മേൽപ്പറഞ്ഞ ലഘു പരിഹാരങ്ങൾ കൂടാതെ ശനിദോഷം കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ള മീനം, മേടം, മിഥുനം, ചിങ്ങം, കന്നി, ധനു രാശിക്കാർ ഇനി പറയുന്ന പരിഹാരങ്ങളും അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ രാവിലെ സ്നാനാന്തരം നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് ശനിപ്രീതികരമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ശനിദേവന്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാണ്. കറുത്ത വസ്ത്രം, എള്ളെണ്ണ എന്നിവ ദാനം ചെയ്യുന്നതും നല്ലതാണ്. പറ്റാവുന്നത്ര തവണ ശാസ്താ അഷ്ടോത്തരം ജപിക്കുക. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കാണിക്കുക എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അന്യരെ ഉപദ്രവിക്കാതെ കഴിയാവുന്ന രീതിയിൽ സഹായം ചെയ്യുക. എങ്കിൽ ശനിദോഷം അത്ര കണ്ടങ്ങ് അലട്ടുകയില്ല. ശനിയുടെ അതിദേവത എന്ന് കരുതപ്പെടുന്ന ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം, എള്ളുപായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നീലശംഖു പുഷ്പാർച്ചന നടത്തുന്നതും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ്. സാധിക്കുന്നവർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്ന കാര്യമാണ് ഓരോ നക്ഷത്രക്കാരും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച്. അപ്പോൾ ശനിദോഷങ്ങളുടെ പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് ഗുണവർദ്ധനവ് ഉണ്ടാവാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാരും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.